ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം തുടരുകയാണ്. ഈ മാസം 30-ന് ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. ലേബർ കമ്മീഷണർ വിളിച്ച ചർച്ചയിൽ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കോഴിക്കോട് നിന്ന് പ്രശാന്ത്, നിലമ്പൂർ, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, കണ്ണൂരിൽ നിന്ന് ലിനറ്റ് വർഗീസ് എന്നിവർ നമുക്കൊപ്പമുണ്ട്. ആദ്യം പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, സുപ്രഭാതം. മാലാഖമാർ വീണ്ടും തെരുവിലായിരിക്കുന്നു എന്ന് പറയുന്നതാണ് സങ്കടകരമായ വസ്തുത നമുക്ക് മുന്നിലുള്ളത്. ബിഗ് ടി വി തുടക്കം മുതൽ ഈ സമരം വലിയ പ്രാധാന്യത്തോടെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്ന പരിഹാരമാണ് ആകാത്തത്. അത് ആശുപത്രി മാനേജ്മെന്റുകളുടെ ഒരു പിടിവാശിയാണോ ഇപ്പോൾ കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് പ്രശാന്തിന് തോന്നുന്നത്? സുപ്രഭാതം ലക്ഷ്മി, പത്മ, ബിനിൽ. അതുതന്നെയാണ് കാരണം. അതായത് 469 ആശുപത്രികൾ ഇതിനകം തന്നെ ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട്. ഈ സംഘടനയുമായി UNAയുമായും ഒക്കെ സഹകരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുകയും അവരുടെ ന്യായമായ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 26 ആശുപത്രികൾ, അതിലേറ്റവും എടുത്തു പറയേണ്ടത് വൻകിട ആശുപത്രികളാണ്. വലിയ തോതിൽ ഈ വിഷയത്തിൽ നഴ്സുമാരെ ശത്രുക്കളായി കണ്ടാണ് അവർ തുടക്കം മുതൽ തന്നെ നീങ്ങിയിട്ടുള്ളത്. ജീവനക്കാർക്കെതിരെ നടപടി, ഈ സമരത്തിൽ നോട്ടീസ് നൽകിയപ്പോൾ പോലും കടുത്ത നിലപാട് സ്വീകരിച്ചു, അവരെ അധിക്ഷേപിച്ചു, നടപടിയെടുത്തു. അങ്ങനെ പലതരത്തിൽ ഇവരുടെ സംഘടനയുമായോ അല്ലെങ്കിൽ നഴ്സുമാരെ ആകെയോ അവരുടെ ആവശ്യത്തെ അല്പം പോലും പരിഗണിക്കാത്ത വൻകിട ആശുപത്രികൾ തന്നെയാണ് ഈ 26 ആശുപത്രികളും. അവിടെ തന്നെയാണ് ഇപ്പോഴും സമരമുള്ളത്. ഇന്നലെ മുതൽ വീണ്ടും സമരം തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുമ്പിലാണ് സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവിടെ സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ മാനാഞ്ചേരിയിലേക്കാണ് സമരം മാറ്റിയത്. ബേബി മെമ്മോറിയൽ ആശുപത്രി, അതുപോലെ തന്നെ മൈത്ര ആശുപത്രി, റെഡ് ക്രസന്റ് ആശുപത്രി, ഇവിടെയൊക്കെയുള്ള നഴ്സുമാർ ഇന്നലെ മാനാഞ്ചേരിയിലെത്തി സമരത്തിൽ പങ്കെടുത്തു. ഇതിനിടയിൽ ഇക്ര, കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ഇക്ര ആശുപത്രിയിലെ മാനേജ്മെന്റ് നഴ്സുമാരുടെ സംഘടനയുമായി സംസാരിച്ചും ഒത്തുതീർപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെന്റുകൾ ഇപ്പോഴും പറയുന്നത് ഇവർ സമരം ഇന്നലെ ചെയ്തെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ആശുപത്രികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചെറിയ തോതിലുള്ള പ്രതിസന്ധി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അതായത് ഈ സമരത്തെയും ഇവരുടെ ആവശ്യത്തെയും നിരാകരിക്കുകയും അത് ലളിതവൽക്കരിക്കുകയും ചെയ്യുകയാണ് ആശുപത്രി മാനേജ്മെന്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും രോഗികൾ വല്ലാതെ വലയുന്നു എന്നുള്ള കാര്യം സത്യമാണ്. മാത്രവുമല്ല, ഈ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാവപ്പെട്ട നഴ്സുമാർ നടത്തുന്ന സമരം നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത ചൂടാണ്, വലിയ പ്രയാസമുണ്ട്. ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഇവർ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. 30-ാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട് ലേബർ കമ്മീഷണർ. അത് തീരുമാനമാകുന്നത് വരെ സമരം നിർത്തിവെക്കണമെന്നാണ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഒത്തുതീർപ്പ് എപ്പോൾ വേണമെങ്കിലും നടത്താം. 30-ാം തീയതി ലേബർ കമ്മീഷണറുടെ ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഈ മാനേജ്മെന്റുകൾക്ക് വേണമെങ്കിൽ നഴ്സുമാരുടെ സംഘടനയുമായി ചർച്ച നടത്തിയാൽ ന്യായമായ ആവശ്യം അംഗീകരിച്ചാൽ സമരം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും നഴ്സുമാർ ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. 30-ാം തീയതി ചർച്ചയിൽ ഇവർ പങ്കെടുക്കുമെന്നുൾപ്പെടെയുള്ള നമുക്ക് വയനാട്ടിലേക്ക് പോകാം. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ശക്തമായ രീതിയിലുള്ള സമരമുണ്ട്. വഴങ്ങുന്നില്ല മാനേജ്മെന്റ്. നഴ്സുമാരുടെ സമരം ഏത് വിധത്തിൽ ഇന്ന്? സുപ്രഭാതം. സുപ്രഭാതം ബിനിൽ, ലക്ഷ്മി. സമരം ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നും സമരമുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ അരപ്പറ്റ ജംഗ്ഷനിൽ, അതായത് ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അരപ്പറ്റ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. അവിടെയാണ് കേന്ദ്രീകരിച്ച് സമരം നടത്തുന്നത്. 507 നഴ്സുമാരാണ് അവിടെയുള്ളത്. അവരെല്ലാവരും തന്നെ സമരത്തിന്റെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് UNA അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ T സിദ്ദിഖ് സമരകേന്ദ്രം സന്ദർശിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോവുകയാണ് നഴ്സുമാർ. നേരത്തെ ബത്തേരി ഇക്ര ആശുപത്രിയിലും സമാനമായ രീതിയിൽ തന്നെ സമരം നടന്നിരുന്നു. ഇതായത് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആസ്റ്റർ സംവിധാനത്തിന്റെ ഭാഗമായുള്ളതാണ്. സ്വാഭാവികമായും അത് ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയൂ. പക്ഷേ വയനാടിന്റെ സവിശേഷ സാഹചര്യം, ആരോഗ്യ മേഖലയുടെ സാഹചര്യം അല്പം സങ്കീർണമാണ്. കാരണം സ്വകാര്യ മേഖലയിൽ ഉള്ള ഏക മെഡിക്കൽ കോളേജാണ് മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. അവിടെ ഇത്തരത്തിൽ സമരം തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടുത്തെ ആരോഗ്യ മേഖലയെ കൂടി ബാധിക്കുന്ന വിധത്തിലാവും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതിസന്ധിയായിട്ടുള്ളത്. പക്ഷേ അത്യാഹിത വിഭാഗത്തിലടക്കം സേവനത്തിന് സന്നദ്ധരാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് നഴ്സുമാർ സമരം നടത്തുന്നത്. അതേസമയം ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനയുണ്ട്. ആ സംഘടന പറയുന്നത് ആശുപത്രിയെ ബോധപൂർവ്വം തകർക്കാനുള്ള നീക്കമാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി വേതനമാണ് പ്രശ്നം. അത് നഴ്സുമാരുടെ ജീവിതം, അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി, അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയുള്ള സമരമാണ്. ആ സമരം സ്വാഭാവികമായും ആ സമരത്തെ അഡ്രസ് ചെയ്യുക
എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ മിനിമം വേതനം എന്ന ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് വേണം അത് അങ്ങനെ മാത്രമേ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. കണ്ണൂരിൽ നിന്ന് ലിനറ്റ് വർഗീസ് കൂടെയുണ്ട്. ലിനറ്റ് വർഗീസ്, സുപ്രഭാതം. കണ്ണൂരിലെ സമരം ഏത് നിലയ്ക്കാണ്? രണ്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സമരം ശക്തിപ്പെടാനുള്ള സാധ്യതയാണോ കൂടുതൽ, അതോ മാനേജ്മെന്റുകൾ ഭയപ്പെടുത്തി സമരത്തെ തകർക്കാൻ നോക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുപ്രഭാതം ലക്ഷ്മി, ബിനിൽ. നിലവിൽ കണ്ണൂരിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് സമരം. കാരണം ഇത് രണ്ടാം ദിവസത്തേക്ക് നീങ്ങുന്നു. നിലവിൽ ആശുപത്രികളുടെ മുൻപിൽ സമരപ്പന്തൽ കെട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ നഴ്സുമാർ സമരം ചെയ്യുന്നത്. മാലാഖമാർ തെരുവിൽ വെയിലും പുകയും ഒക്കെ കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ അവരുടെ വേതനം തന്നെയാണ് അവരുടെ ആവശ്യം. കൂടുതൽ പ്രത്യേകിച്ച് ഈ മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇവിടെയുള്ള നഴ്സുമാരുടെ തീരുമാനം. പ്രത്യേകിച്ച് BMHലും അതോടൊപ്പം തന്നെ അസ്റ്റർ മിംസിലുമാണ് പ്രധാനമായും 2 ആശുപത്രികളിലാണ് കണ്ണൂരിൽ വലിയ രീതിയിൽ സമരം നടത്തുന്നത്. അവിടെയുള്ള എല്ലാ നഴ്സുമാരും ഈ ഒരു സമരത്തിൽ പങ്കാളികളാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് രോഗികൾ വലയുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അതിപ്പോൾ ആ വരുന്ന ആളുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളുള്ളത്. എന്നാൽ മാനേജ്മെന്റ് തലത്തിൽ പറയുമ്പോൾ ഈ ഒരു സമരം അവരെ തീരെ ബാധിച്ചിട്ടില്ല എന്നുള്ള സമീപനം തന്നെയാണ് അവരോട് സ്വീകരിക്കുന്നത്. ഇതുവരെ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന് മുമ്പത്തെ സമരങ്ങളിൽ അടക്കം കണ്ടതാണ്. ചർച്ചയ്ക്ക് ഇവരെ ആരെയും വിളിക്കാൻ തയ്യാറാവുന്നില്ല. പകരം ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, മാനേജ്മെന്റുകളെല്ലാം ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ ഒരു 2 മാനേജ്മെന്റുകളും തുടരുന്നത്. പ്രത്യേകിച്ച് ഈ മാനേജ്മെന്റുകളുടെ ഈ ഒരു സംഘടനകളാണ് ഇതിൽ കൃത്യമായ തീരുമാനമെടുക്കേണ്ടതെന്നുള്ള കാര്യത്തിലേക്കാണ് ഈ മാനേജ്മെന്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സുമാർ വളരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് കാരണമാകും. ഉറപ്പായും വലിയ പ്രതിസന്ധികളിലേക്ക് അത് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കോഴിക്കോട് നിന്ന് പ്രശാന്ത് നിലമ്പൂരും, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും, കണ്ണൂരിൽ നിന്ന് ലിനറ്റ് വർഗീസുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ മാനേജ്മെന്റുകളോട് പറയാനുള്ളത്, നമ്മളൊരു ചെറിയ ജലദോഷപ്പനിയുമായി ആശുപത്രിയിൽ ചെന്നാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ നടത്തുന്നത്, എത്രമാത്രം കാശാണ് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയ വിഹിതം ആ പണിയെടുക്കുന്ന, വിയർപ്പൊഴുക്കുന്ന ആ മാലാഖമാർക്ക് കൊടുക്കണം. അവരെ ഇങ്ങനെ തെരുവിലിരുത്തുകയല്ല വേണ്ടതെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. നാണമില്ലേ എന്നേ ചോദിക്കാനുള്ളൂ. കാരണം അവർ ജോലി ചെയ്യുന്നതിൻ്റെ കൂലിയാണ് ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കാതെ പഴയ മാടമ്പത്തരമല്ല കാണിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.